തിരുവനന്തപുരം നഗരത്തിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കരമനയിൽ രാത്രി 1:30യോടെയാണ് ഈ അപകടമുണ്ടായത്. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളി ഋതിക് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് നീറമൺകരയ്ക്കും കരമനയ്ക്കും ഇടയിലുള്ള ഈ വളവിൽ അപകടമുണ്ടായത്. പാപ്പനംകോടുള്ള സ്വകാര്യ ബാറിലെ ജീവനക്കാർ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഇതൊരു വളവാണ്. ഈ വളവ് തിരിഞ്ഞ് വരുന്നതിനിടയിൽ ഈ ഭാഗത്ത് 2 ബൈക്കുകൾ പാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അമിത വേഗമാകാം ഒരുപക്ഷെ ഈ അപകടത്തിൽ കാരണം എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് 2 വാഹനങ്ങൾ ഒതുക്കി വച്ചിരുന്നു. ആ വാഹനങ്ങളിലേക്ക് ഈ 3 യുവാക്കൾ സഞ്ചരിച്ച വാഹനം ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 പേരും ഈ കാണുന്ന ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ഒരാൾ ഇവിടെയാണ് കിടന്നത്. മറ്റ് 2 പേർ തെറിച്ച് ഈ ഭാഗത്തേക്ക് വന്നു വീണു. ഇപ്പോഴും രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ബൈക്കിൻ്റെ മുൻഭാഗമാകെ തന്നെ തകർന്ന ഒരു അവസ്ഥയിലാണ്. 3 പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. നെയ്യാറ്റിൻകര പാറശാല സ്വദേശികളായ 2 യുവാക്കൾ, ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയായ ഋതിക്ക്, ഈ 3 പേരുമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു കൊടും വളവിൽ അമിത വേഗത്തിലെത്തിയതാകാം ഈ അപകട കാരണം എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം തന്നെ 3 പേരും മരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർ ഇവിടെ എത്തി പരിശോധിക്കുമ്പോൾ 3 പേർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് അവരുടെ മൃതദേഹം മാറ്റിയത്. സ്ഥിരമായി ഇത്തരത്തിൽ കരമനയ്ക്കും അതോടൊപ്പം തന്നെ നീറമൺകരയ്ക്കും ഇടയിലുള്ള ഈ ഭാഗം ഒരു അപകട തുരുത്തായി മാറുന്നു. ഒരാഴ്ച മുമ്പാണ് പ്രായപൂർത്തിയാകാത്ത 2 യുവാക്കൾ സഞ്ചരിച്ച കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഈ വളവ് തിരിഞ്ഞ് വരുന്നതിനിടയിൽ ഈ കൈവരി തകർത്തുകൊണ്ട് ഈ ഭാഗം ആകെ ഇടിച്ച് തകർക്കുന്ന ഒരവസ്ഥയിലാണ് അന്ന് അപകടം നടന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട്. ഈ കാണുന്ന വലിയ പരസ്യ ബോർഡ് അതൊക്കെ തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും വലിയ ഒരു അപകട തുരുത്താവുകയാണ് കരമനയ്ക്ക് സമീപമുള്ള ഈ ഭാഗം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.